ഇനി എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നമ്മുടെ പ്രത്യേകിച്ച് മലയാളി സ്ത്രീകൾ അല്ലേ. മലയാളി സ്ത്രീകൾ എന്നതിനേക്കാൾ ഉപരി പുരുഷന്മാരും പാർലറുകളിൽ തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ ടൈമും. അപ്പോൾ ഈ അടുത്ത് തന്നെ എനിക്ക് വണ്ടിയോടെ വന്നൊരു മോൻ എന്നോട് ചോദിച്ചു, ചേച്ചി എനിക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം പറഞ്ഞു തരും. ഞാൻ ഞെട്ടിപ്പോയേ, അതെ ചേച്ചി എനിക്ക് സ്കിന്നൊക്കെ ഒന്ന് ബെറ്റർ ആക്കണമെന്ന്. എനിവേ നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. എത്രത്തോളം വെള്ളം കുടിക്കാമോ അത്രത്തോളം വെള്ളം കുടിക്കുക. സ്പെഷ്യലി ലേഡീസിന് വരുന്ന ഒരു പ്രോബ്ലമാണ് യൂറിൻ ഇൻഫെക്ഷൻ. അപ്പം അതിൽ നിന്ന് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ നമുക്ക് നാച്ചുറലി നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കൊളാജിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെല്ല്. ആ കൊളാജിൻ സെല്ലുകൾ നോർമലി ഒരു 25 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അത് ഡെഡ് ആവാൻ തുടങ്ങും. അപ്പോൾ 25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഒരു 30-35 വയസ്സൊക്കെ തോന്നിക്കും കൊളാജിൻ നഷ്ടപ്പെടുമ്പോൾ. അപ്പോൾ ഒരു 25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കൊളാജിൻ സപ്ലിയൊക്കെ എടുത്തു തുടങ്ങുന്നത് നല്ലതാണ്. പിന്നെ മൾട്ടി വൈറ്റമിൻ, ഒമേഗ 3 ഇതൊക്കെ 25 വയസ്സിന് ശേഷം എല്ലാവരും കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ബോഡിയെ ഒന്ന് എനർജി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാറുണ്ടല്ലേ. അപ്പം നമ്മുടെ ചർമ്മം ചോദിക്കുന്നുണ്ട് എനിക്കുള്ള ഭക്ഷണം എവിടെയെന്ന്. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോഴാണ് ഈ വരൾച്ച, ചൊറിച്ചിൽ, പിമ്പിൾസ് മാർക്ക് ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു 3 ഗ്ലാസ് വെള്ളം വെറും വയറ്റിൽ കുടിക്കുക. അതിനുശേഷം നല്ല റെപ്യൂട്ടഡ് ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുക. ഫേസ് വാഷിന് ശേഷം നല്ല മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യാം. ഇവനിപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിനകത്തുള്ള ലൈറ്റ് പോലും UV ലൈറ്റിൻ്റെ എഫക്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലല്ലേ നിൽക്കുന്നത്, അതുകൊണ്ട് സൺസ്ക്രീം ഒന്നും ഇടണ്ടെന്നൊക്കെ വിചാരിക്കുക. എന്നാലും മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടതിന് ശേഷം ജസ്റ്റ് സൺസ്ക്രീം അപ്ലൈ ചെയ്യുക. പിന്നെ എന്താ പറയുക, പിന്നെ അങ്ങ് വന്നോളുന്നേ സൗന്ദര്യവും. ഇനിയിപ്പോൾ കൂടുതലൊന്നും പറഞ്ഞിട്ട് ഒത്തിരി സന്തോഷം. എനിക്ക് അക്കാഡമി ഉണ്ട് കത്രിക്കടവിൽ, അപ്പോൾ അവിടെ ക്ലാസ് നടക്കുക. ഇന്ന് ഒരു 1 മണിക്ക് ശേഷം ഞാനൊരു എക്സാം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ എനിക്ക് ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് പ്രോഗ്രാമൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിവേ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ആൻഡ് ഗോഡ് ബ്ലെസ് യു ടു ഓൾ. താങ്ക് യു മാം. താങ്ക് യു.